അങ്ങനെ അതാ അമ്മയ്ക്ക് പനി പിടിച്ച് കിടപ്പിലായപ്പോൾ മകള് കിച്ചൺ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെയും മക്കളുടെയും തീരുമാനമാണ്, ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. അതായത് ചൊവ്വാഴ്ചയായിട്ടും അമ്മയുടെ പനി മാറിയിട്ടുണ്ട്, പക്ഷേ ക്ഷീണം തീരെ മാറിയിട്ടില്ല കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അച്ഛനും മക്കളും തീരുമാനിച്ചു ചൊവ്വാഴ്ച അമ്മ സ്കൂളിൽ പോകണ്ട, അതുപോലെ തന്നെ വീട്ടിലെ പണികളും എടുക്കണ്ട, ഇന്ന് കൂടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നാൽ ബുധനാഴ്ച മുതൽ അമ്മ ഉഷാറാവും എന്ന തീരുമാനത്തിൻ്റെ പുറത്ത് അച്ഛനും മക്കളും കൂടെ വീട്ടിലെ പണികൾ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. മകൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. പിന്നെ അമ്മ പണിയെടുക്കുമ്പോൾ ഉള്ള ആ ഒരു നീറ്റ്നെസ് ആരും ഈ സമയത്ത് പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ ദാ മകൾ ഇന്ന് അനിയന്മാർക്ക് വേണ്ടിയിട്ട്, അതായത് ചേച്ചിക്കുട്ടിക്ക് ഇന്ന് സ്കൂളില്ല, പക്ഷെ അനിയന്മാർക്ക് സ്കൂളുണ്ട്. അനിയന്മാർക്ക് വേണ്ടിയിട്ട് ചേച്ചിക്കുട്ടി പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ടൊമാറ്റോ റൈസും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ തക്കാളിച്ചോറും ഉരുളക്കിഴങ്ങ് വറുത്തതും അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ ഭാര്യ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്, അവിടെ തിരക്കുകളെല്ലാം കഴിഞ്ഞോ എന്ന് ഒന്ന് വന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എത്തി നോക്ക് പോലും ചെയ്യാത്ത ഭർത്താവാണ്. ഇപ്പോൾ നോക്കിക്കേ, മകൾ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് എന്തോ ഒരു എന്താ പറയുക, ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഓടി എത്തി കിച്ചണിൽ എത്തിയിട്ടുണ്ട്, മകളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ റൈസും അതുപോലെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ആളും മക്കൾക്ക് വേണ്ടിയിട്ട് പാത്രത്തിലാക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ കൂട്ടത്തിൽ ബാക്കിൽ മകള് അച്ഛൻ തലേദിവസം വാങ്ങി കൊണ്ടുവന്ന് കൊടുത്ത ബിസ്ക്കറ്റ്, ഇത് ആൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ. പല്ല് കെട്ടിയത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങളും സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റൂ. അങ്ങനെ ആൾക്ക് മാത്രമായിട്ടുള്ള ബിസ്ക്കറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു കോപ്രായമാണ് നമ്മളവിടെ കണ്ടത് കേട്ടോ. പിന്നെ ദാ അച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് ചേച്ചിക്കുട്ടി തയ്യാറാക്കിയ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ വേഗം പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ രസം മറ്റൊന്നുണ്ട് കേട്ടോ. അതായത് അനിയൻകുട്ടന്മാർക്ക് അച്ചാർ തീരെ ഇഷ്ടമല്ല. എനിക്കും അതുപോലെ പൊന്നൂസൂട്ടിക്കും, അമ്മയ്ക്കും മകൾക്കും അച്ചാർ നല്ല ഇഷ്ടമാണ്. ദിവസവും സ്കൂളിലേക്ക് ചോറിൻ്റെ സൈഡിൽ കുറച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അനിയന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പ്രത്യേകം പറയും കേട്ടോ, ഫുഡാക്കുമ്പോൾ ഞങ്ങൾക്ക് അച്ചാറാക്കല്ലേ എന്നുള്ള കാര്യം. പക്ഷേ ഇത് അറിയാത്ത അച്ഛൻ, അതായത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കിച്ചണിൽ വന്ന് എത്തി നോക്കണമല്ലോ അമ്മ പണിയെടുക്കുമ്പോൾ, അത് ചെയ്യാത്ത അച്ഛൻ ഇതാ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് മക്കളുടെ ഫുഡിൻ്റെ അരികിൽ അച്ചാറൊക്കെ ആക്കി കൊടുക്കണുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിലെത്തിയിട്ട് സ്കൂളിൽ ലഞ്ച് ടൈം ആകുമ്പോൾ ടിഫിൻ ബോക്സ് തുറക്കുമ്പോഴാവും മക്കൾ അന്തം വിടുക. എന്തായാലും ആർഭാടപൂർവ്വം അച്ചാറൊക്കെ ആക്കി അങ്ങനെ ഉച്ചത്തേക്കുള്ള സദ്യവട്ടങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇതാ അച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മക്കൾ അതെടുത്ത് ബാഗിലിടേ വേണ്ടുള്ളൂ. ഒരുപാട് സൗണ്ടുകളും പിന്നെ എന്താ പറയുക, ഭയങ്കര കുറേ നേരത്തെ സാഹസിക പ്രവർത്തനങ്ങൾക്ക് ശേഷം അവരുടെ പണികളെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കാണാം ഒരു പ്രഹസനം കണ്ടോ. അപ്പോൾ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യണം അല്ലേ. അങ്ങനെ അതാ അനിയന്മാർ ഇവിടെ വേഗം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. എന്നത്തെയും പോലെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് പലഹാരമല്ല, അതിൻ്റെ ചെറിയൊരു വിഷമം ആ മുഖത്ത് കാണുന്നില്ലേ. അത്ര അങ്ങോട്ട് സന്തോഷത്തോടെ അല്ല കേട്ടോ ആ റൈസ് കഴിക്കുന്നത്. എന്തായാലും സാരല്ല, കിട്ടിയതെങ്കിൽ കിട്ടിയത് അത് വേഗം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഹരിയേട്ടനാണ് കൊണ്ടാക്കിയത്. ഇതിനിടയ്ക്ക് അജിത ടീച്ചറുടെ കൂടെയാണ് ഞാൻ എന്നും സ്കൂളിലേക്ക് പോവാറ് കേട്ടോ. അതാ കാണുന്ന ബാക്ക് സീറ്റ് കണ്ടോ, അതെനിക്ക് മാത്രമായിട്ടുള്ളതാണ്. അതിൽ ചാടിക്കേറി ഒരൊറ്റ പോക്കാണ്. പക്ഷേ ഇന്ന് ഞാൻ ലീവാണ്, അതുകൊണ്ട് തന്നെ പാവം ആ ബാക്ക് സീറ്റ് അവിടെ കാലിയായി കിടക്കുകയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ടീച്ചറുടെ വീട്ടിൽ ചക്കയില്ല, പക്ഷെ വേറെ എവിടുന്നോ കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എനിക്കും കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. ചക്ക ഭ്രാന്ത് ഉള്ള ഒരാളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പീസ് കൊണ്ടുവന്ന് തന്നതാണ്. ഈ കോപ്രായം കാണിക്കുന്ന കണ്ടിട്ടൊന്നും നിങ്ങളൊന്നും വിചാരിക്കേണ്ട, അതൊക്കെ വെറുതെയാണ് കേട്ടോ. ആൾക്ക് ചക്കയോട് വലിയ താല്പര്യമൊന്നുമില്ല. കഴിക്കില്ല എന്നല്ല, പക്ഷെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും എന്താ ഹരിയേട്ടൻ മനുമോനുവിനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരികയാണ്. ഇന്ന് ഹരിയേട്ടൻ ലീവാണ് കേട്ടോ. ആൾക്ക് എന്തോ 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ മക്കളെ സ്കൂളിലൊക്കെ ആക്കി തിരിച്ചു വരികയാണ്. പിന്നെ പതിവ് പോലെ വണ്ടിയുടെ മുന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആൾക്ക് കളിപ്പിക്കണം, എന്നാലേ ആൾക്കൊരു സമാധാനമുള്ളൂ. അതുപോലെ പൊന്നൂസുട്ടീനെയും ചെറുതായിട്ടൊന്ന് കളിപ്പിച്ച അങ്ങനെ വീട്ടിലെത്തി. അകത്തേക്ക് കയറിയപ്പോഴാണ് എന്താ നല്ല ചക്കയുടെ മണ്ണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നേരെ ഓടി ചെന്നത് കിച്ചണിലേക്കാണ്. അങ്ങനെ നമ്മുടെ അജിത് ടീച്ചർ കൊണ്ടുവന്ന ചക്കയൊക്കെ വേഗം കട്ട് ചെയ്ത് വേഗം അതിങ്ങനെ ചുളകളാക്കിയിട്ട് പെറുക്കിയെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പൊന്നൂസുകുട്ടിക്ക് താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെ അതിന്നൊരു 2 എണ്ണം മാത്രം കഴിച്ചു. ഞാൻ ഈ സമയമാകുമ്പോഴത്തേക്കും മെല്ലെ എണീറ്റ് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചക്കയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ചോറ് കഞ്ഞി അതിനോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ ചക്ക കണ്ടപ്പോൾ ഞാൻ വേഗം എണീറ്റ് വന്നാൽ ചക്ക കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചക്കയൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് വീണ്ടും അവിടെ പോയി കിടക്കുകയാണ്. കാരണം പണിയൊന്നും എടുക്കണ്ടല്ലോ. ഒന്നുമല്ല കേട്ടോ, പണിയെടുക്കാനൊന്നും ഒരു മടിയില്ല, വയ്യായിരുന്നു
തീരെ വയ്യായിരുന്നു കേട്ടോ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കിടക്കുമ്പോഴാണ് അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് മകളിതാ സ്വന്തം അനിയന്മാർ സ്കൂളിലേക്ക് പോയപ്പോൾ സ്വന്തം കൈകൊണ്ട് സ്വയം മാക്രോണിയൊക്കെ ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ അടിച്ച് മിന്നിയാണ് കേട്ടോ ആൾ. ഇത് അനിയന്മാർ ഇനി വീഡിയോ കാണുമ്പോഴാവും ഇത് അറിയുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കായപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചായിട്ട് ഇതാണ് അച്ഛനും മകളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചോഞ്ഞിയല്ല, ചോറ് തന്നെയാണ്. മോരും പിന്നെ ചേനയുടെ ഇല ഉപ്പേരിയും മുളകും അച്ചാറൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ ശുപാർശ പ്രകാരം അച്ഛനിതാ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും പപ്സും പിന്നെ കട്ട്ലേറ്റും, അതിൽ കട്ട്ലേറ്റ് പൊന്നൂസൂട്ടിക്കുള്ളതാണ് കേട്ടോ. മക്കളിതാ വന്നപാടെ വേഗം നല്ല വിശപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം മെയിൽ കഴുകലൊക്കെ കഴിഞ്ഞ് ഓടി വന്നതാ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുകയല്ല, പപ്സ് കഴിക്കുക. അവർ ചായ കുടിക്കില്ല, ആ ഇരിക്കുന്ന ചായ ഉണ്ടല്ലോ അതെനിക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ അവരതാ പപ്സ് കഴിക്കുന്നു. പിന്നെ ചേച്ചിക്കുട്ടിക്കുള്ള കട്ട്ലേറ്റ്, അതിനും കാരണം ഈ പല്ലുകെട്ടൽ തന്നെയാണ് കേട്ടോ. കട്ട്ലേറ്റ് ഇഷ്ടമല്ല, അതായത് പപ്സ് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ പല്ല് കെട്ടിയത് കാരണം ആൾക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധിച്ചാണ് കേട്ടോ ആൾ കഴിക്കാറ്. അങ്ങനെ വൈകുന്നേരത്തെ വിശേഷവും കഴിഞ്ഞു. എന്തായാലും പനി പിടിച്ച ദിവസങ്ങളിലെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലിയിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. ഇതിലൊക്കെ എത്ര വലിയ വിശേഷമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ തോന്നിയേക്കാം. പക്ഷേ നമ്മളുടെ കുഞ്ഞു ഫാമിലിയിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പനി പിടിച്ച ഈ 2-3 ദിവസങ്ങളിലെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അത്ര മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. വലിയ വലിയ വിശേഷങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അത്തരം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.